പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയാറില്ല, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സുന്ദരിമാർ വീട്ടിലിരിക്കാറില്ല. മാഡം ഫ്രൂട്ട് ജെല്ലി വാങ്ങിച്ചോണ്ട് വന്നല്ലോ അല്ലേ? ഇല്ല ഹണി, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പട്ടം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആകാശത്തിൽ പറക്കുന്ന പറവയെ ഏണി വെച്ച് പിടിക്കാനും പറ്റില്ല, അറബിക്കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കില്ല. അതുപോലെയാണിത്. നിങ്ങൾ വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിച്ചു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഖന്ന സാറിന്റെ കിറ്റിക്ക് വേണ്ടിയും പട്ടം വാങ്ങിച്ചോണ്ട് വന്നത്. സിറ്റിയിൽ ഇപ്പോ പട്ട ഫെസ്റ്റിവൽ നടക്കുന്ന സമയമല്ലേ? എനിക്ക് ആകാശത്തിൽ പറക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഭൂമിയിൽ നടക്കുന്ന വല്ല സമ്മാനവും മതിയായിരുന്നു. പട്ടം നല്ലതാ പോപ്പ. കിറ്റിയും ഞാനും ഒരുമിച്ച് പട്ടം ഇടാം. ഒരുമിച്ച് പട്ടം ഒരുമിച്ച് നിന്ന് പറപ്പിക്കാൻ പറ്റില്ല. ദൂരെ നിന്ന് നൂല് കണ്ടിക്കണം. മനസ്സിലായോ നിനക്ക്? ഈ കണ്ടിക്കണം എന്ന് പറഞ്ഞ എന്താ? വേറൊന്നുമല്ല, വെട്ടുക എന്നതിന് അവരുടെ നാട്ടിൽ പറയുന്ന വാക്കാത്. പട്ടിയാണെങ്കിലും നീ ആള് പുലി തന്നെയാ. തന്റെ ഈ പട്ടി ഉണ്ടല്ലോ, ആള് ബ്രില്യന്റ് കേട്ടോ. അപ്പ അടിപൊളി. ഓ എന്റെ പൊന്നെ, നീയും അടിപൊളി തന്നെയാ. എന്റെ കുട്ട, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബൈ ബൈ. ശരി എന്നാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിന് പോകാനുണ്ട്. നിങ്ങളൊക്കെ പോയി പട്ടം പറപ്പിച്ചോ. പോയിക്കോ പോയിക്കോ, പോയി കളിച്ചോ. എന്ത് കഷ്ടായത്, കിട്ടിയ ഒരുമിച്ച് പട്ടം പറപ്പിക്കാൻ പറ്റില്ലല്ലോ. എടാ, ഒരുമിച്ച് പറപ്പിച്ചില്ലെങ്കിൽ എന്താ, അടുത്തടുത്ത് പറപ്പിക്കാം. വാ. ഓ ആഹാ, ഓ ഏഹേ. എടേയ്, നൂലുകൾ തമ്മിൽ കുരുങ്ങി. ബണ്ണി ഡീലടിക്കേ, ഡീലടിക്കേ. എടാ ബണ്ണി, നന്നായിട്ട് കുടുങ്ങിന്ന്. അതെ അളിയാ, ഇത്രയും കുടുങ്ങുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കിടേ, നീ നൂല് പിടിക്കേ. ഇവന്മാരുടെ പട്ടം ഞാൻ ഇപ്പൊ കട്ട് ചെയ്യും. വേണ്ട, കട്ടിയല്ലേ കട്ടിയല്ലേ കട്ടിയല്ലേ. കൊച്ചളിയ, എന്താ കട്ട് ചെയ്യണ്ടേ? എന്റെ കൈ കട്ടിയേ. I am the champion. എടാ, ഇവന്റെ കാര്യം ഞാൻ ഇന്നത്തോടെ തീർക്കും. ഞാൻ ആരാന്ന് അവൻ ഇന്ന് കാണിച്ചു കൊടുക്കും. പോപ്പട്ടെ, ഈ പട്ടം എടുത്തോണ്ട് പറക്ക്. എടേയ്, ഇത്രയും വലിയ പട്ടത്തിനെ പറപ്പിക്കണമെങ്കിൽ എന്റെ കുടുംബക്കാരെ മൊത്തം വിളിക്കേണ്ടി വരും. മനസ്സിലായോടേ? ഞാനിത് വലിച്ചോണ്ട് പോവാം. ബണ്ണി, നീ ഇത് പറപ്പിക്കേ. വൗ, വെരി നൈസ്. അത് ആ കാണുന്ന വലിയ പട്ടം കണ്ടോ സണ്ണി? നോക്ക് സണ്ണി, നമുക്ക് ഉടൻ തന്നെ അതിനെ കട്ട് ചെയ്യണം. എടേയ്, എന്നെ എന്തിനാണ് ഇതിൽ പിടിച്ചു കുടുക്കിയത്? ഞാനിത് കട്ട് ചെയ്യും. മനസ്സിലായോ? കട്ട് ചെയ്ത് കളയും ഞാൻ. ഒരു പട്ടം പറപ്പിക്കാൻ പോലും ഇവനെ കഴിവില്ലല്ലോ. ഇവിടെ ഈ പട്ടം ഒന്ന് കടിക്ക്, എങ്കിലേ ഞങ്ങൾക്ക് താഴേക്ക് പോകാൻ പറ്റൂ. വേണ്ട 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 വേണ്ട. എന്തുവാടാ ഇത്? നിനക്കെന്താ വട്ടായോ? നമ്മൾ താഴേക്ക് വീഴും. താഴേക്ക്. അതെ, എന്റെ അമ്മേ, പട്ടത്തിന് മാത്രം കട്ടിയല്ലേ. ഞാൻ കാല് പിടിച്ച് പറയുവാ. എന്നെ കഴുതെന്ന് പറയുക. യഥാർത്ഥ കഴുത ഈ പോപ്പട്ട്. കഴുകൻ എങ്ങനെയാ തത്തമ്മയുടെ അമ്മയാവാൻ കഴിയുക? എടാ, നീ എന്തായി ചെയ്യുന്നേ? ഒന്നേ ഉള്ളു വലിക്കല്ലേ. എന്റെ പൊന്നളിയാ, നീ എന്തുവായി പറയുന്നേ? ഒന്ന് പോയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. അതെനിക്കറിയില്ല, എനിക്കിത് വേണം. ബണി, പ്ലെയിൻ പ്ലെയിൻ പ്ലെയിൻ. താൻ എന്തുവായി പറയുന്നേ? തനിക്ക് ബോധമില്ലേ? ഇത്രയും വലിയ ലാഭത്തിലിരിക്കുമ്പോഴാ അയാള് ബണ്ണിക്ക് പ്ലെയിൻ കാണിച്ചു കൊടുക്കുന്നത്. കഴുതേ, കാണിച്ചു കൊടുക്കുകയല്ല, പ്ലെയിൻ വരികയാണെന്ന് പറയുകയായിരുന്നു.
എന്റെ അമ്മോ! എടാ ഈ ബലൂണാണ് നമ്മളെ രക്ഷിച്ചേ. രക്ഷപ്പെട്ടടാ. കൂട്ടുകാരെ, ഈ ബലൂണിന്റെ അകത്ത് ടൊമാറ്റോ ജ്യൂസ് ആരാണ് കലർത്തി വെച്ചത്? ഇത് ബലൂൺ അല്ല. ടൊമാറ്റോയാണ് ടൊമാറ്റോ. ഈ കഴുത വീണ്ടും മണ്ടത്തരം പറയാൻ തുടങ്ങി. എടാ, ഇത്രയും വലിയ ടൊമാറ്റോ ഉണ്ടാവില്ലടാ. സംശയട്ടോ? ഇത് മുളകാണേ, മുളക്. ഇത്രയും വലിയ മുളകോ? തീ പിടിച്ചു, തീ പിടിച്ചു. ആരെങ്കിലും വാ, രക്ഷിക്കേ, രക്ഷിക്കേ. ടൊമാറ്റോ ഇത്രയും വലുതോ? ആരും നിലവിളിച്ച് ഉറുമ്പോ? അതെ, ഉറുമ്പാ ഞാൻ. ഇത്രയും വലുതോ? അല്ലാതെ പിന്നെന്താ, ഉറുമ്പുകള് ഇതിനേക്കാളും എത്രയോ വലുതായിരിക്കും. എലിയാണ്. ഇത്രയും വലുതോ? ഓടിക്കോ. ആദ്യമായിട്ടാണ് ഒരു എലി പൂച്ചയായിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് കാണുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. രണ്ടുപേരും പച്ച നിറവാ, അത് മറക്കല്ലേ. എന്നെ വിട്ടേക്കൂ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇന്ന് നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. താങ്ക് യു. വിടരുത്. വിട്ടാ ഞാൻ താഴെ വീണ് ചാവും. എന്നെ വെറുതെ വിട്ടിക്കണം സാർ. നിങ്ങളെയൊക്കെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്ന ആളാണ്. പിടിക്കണേ. താങ്ക് യു ഹണി, താങ്ക് യു. ഞാനാരാ? എവിടെയാ? എടേ, നിന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ സമയമില്ല. ആദ്യം ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടണം. സംശയട്ടോ? അല്ല, നമ്മൾ കുടുങ്ങിയതാ തോന്നുന്നത്. ഈ സ്ഥലം കാണുമ്പോ തന്നെ പേടിയാവുക. ഇവിടെ എങ്ങനെയാ പുറത്തേക്ക് പോവുക? രക്ഷപ്പെട്ടേ മതിയാവൂ. ഒരു എലിയെ പേടിച്ച് നമ്മൾ ഇവിടുന്ന് ഓടേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷെ എലി നമ്മളെ എങ്ങാനും തിന്നാ. എടേ, നിന്നെ ആ എലി തിന്നില്ല. നിന്നെ പോലെ ഒരു മണ്ടനെ തിന്നില്ല എന്ന് അവനെ കണ്ടാൽ അറിയാം. അതെ, ഈ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മുകളിലുള്ള ഒരാളിനെ കൊണ്ടേ കഴിയൂ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഇത്രമാത്രം ആഹാരങ്ങളോ? ഞങ്ങളെ വിട്ടേക്കണം പ്ലീസ്. ദയവായി ഞങ്ങളെ വിട്ടേക്കണം പ്ലീസ്. നിങ്ങളെ എവിടെയാ വിടേണ്ടത്? പറ, എവിടെ വിടണമെന്ന് പറയൂ. ഞങ്ങളെ വിട്ടാ മതി. ഞങ്ങള് പാവങ്ങളാണ് സാർ. സാറോ? എന്നെ ഇതുവരെ ആരും ഇത്ര ബഹുമാനത്തോടെ വിളിച്ചിട്ടില്ല. സാർ എന്തായി പറയുന്നേ? അങ്ങേ പോലുള്ള വെള്ളിമുങ്ങയെ ഇതുവരെ ആരും ബഹുമാനിച്ചിട്ടില്ലെന്നോ എന്റെ അമ്മച്ചി? വെള്ളിമൂങ്ങ? എന്നെ ഇതുവരെ എല്ലാരും മണ്ടൻ മൂങ്ങയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങ് വെള്ളിമൂങ്ങയാ, ബുദ്ധിശാലിയാ? അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ ഇവിടെയുള്ള ഒരു മടവർക്കും തോന്നിയില്ല. അങ്ങ് ബുദ്ധിമാനാ, അങ്ങ് ബുദ്ധിമാൻ തന്നെയാ.
അതെ, എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ബുദ്ധിമാനാണ്. വരൂ, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വരൂ. വരൂന്നേ. ആ, എത്തിപ്പോയി. അതാ ഞങ്ങളുടെ വീട്. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഓക്കേ. അല്ല, ഞാനിതിന് താഴേക്ക് പോകുന്നത്? എനിക്ക് പറക്കാൻ കഴിയുമല്ലോ. പറക്ക്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്നെ പറക്കാൻ വിട്, പറക്കാൻ വിട്. മുകളിൽ നിന്നൊരു തത്ത താഴെ വന്ന് ചത്ത ആൾക്കാർ കളിയാക്കൂടെ? വീടിനിടെ. എടാ കഴുതേ, നീ എന്തിനാ അവനോട് വിടാൻ പറഞ്ഞ? കൊച്ചളിയ അവനോട് വീട്ടിൽ വിടാനാ പറഞ്ഞത്. എനിക്ക് എങ്ങനെ അറിയാം അവൻ മുകളിൽ വിടുവെന്ന്? എടാ കഴുതേ, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോയല്ലേ? അവൻ മൂങ്ങ മരമണ്ട. ആ, എന്തായി? എല്ലാവരും ക്ഷീണിച്ചു പോയോ? ഇന്ന് മുഴുവൻ നിങ്ങൾ പട്ടം പറപ്പിച്ചു അല്ലേ? കുറച്ച് റെസ്റ്റ് എടുത്തു കൂടായിരുന്നോ? ഞങ്ങൾ എവിടെയാ പട്ടം പറത്തിയത്? പട്ടം ഞങ്ങളെയാ പറത്തിയത്. ഇവൻ എന്താ ഈ